നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ഷേമ പെൻഷനാണ് നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ സർക്കാർ പറഞ്ഞിരുന്ന ആ പ്ലാൻ B അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി, ധൂർത്തുകൾ ഒഴിവാക്കി ഈ തുക മിച്ചം പിടിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് നിലവിൽ പെൻഡിങ്ങിൽ കിടക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രധാന തീരുമാനം കൈക്കൊണ്ടു. അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് 62 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക്, വയോജനങ്ങൾക്ക്, ഭിന്നശേഷി നേരിടുന്നവർക്ക്, വിധവകൾക്ക് സർക്കാരിൻ്റെ ധനസഹായമായിട്ട് ലഭിച്ചിരുന്ന പെൻഷൻ മാസത്തിൽ 1600 രൂപ, ഇതിൻ്റെ 2 ഗഡുക്കളുടെ കുടിശ്ശിക ഈ വർഷം തീർക്കുന്നതിനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ ഇനി കൃത്യമായിട്ട് പെൻഷൻ വിതരണം നടത്തുമെന്നും സർക്കാരിൻ്റെ ഉറപ്പ് വന്നു കഴിഞ്ഞു. ഇതിനു വേണ്ടിയുള്ള നിർണായക നീക്കങ്ങൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മുൻപ് തന്നെ, അതായത് വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ സർക്കാരിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഈ വർഷം 2 ഗഡുക്കളും അടുത്ത വർഷം 3 ഗഡുക്കളുമായിരിക്കും എത്തിച്ചേരുക. അപ്പോൾ ഈ വർഷത്തെ 3200 രൂപയുടെ വിതരണമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് പെൻഡിങ്ങിൽ കിടക്കുന്ന 5 മാസത്തിലെ 2 മാസത്തെ ആനുകൂല്യമായിരിക്കും ഇപ്പോൾ ലഭിക്കുക. അത് നിലവിൽ സർക്കാർ തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ മാസം നമുക്ക് ലഭിക്കുന്നത് 1 മാസത്തെ ധനസഹായമായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം 2000 രൂപ വാങ്ങുന്ന കർഷകരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ വിരമിച്ച കർഷകർക്കെല്ലാം ഈ ആനുകൂല്യം ഇപ്പോൾ നൽകുന്നുണ്ട്. ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിലും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കണം. അതായത് ഒറ്റത്തവണ പുതുക്കൽ ചെയ്തിരിക്കണം. കർഷകർക്ക് പല രീതിയിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലെത്തി ആധാർ അധിഷ്ഠിത OTP സംവിധാനത്തിലൂടെ ചെയ്യാം. ഇനി കിടപ്പ് രോഗികളാണ് എങ്കിൽ, കർഷകർ കിടപ്പ് രോഗികളൊക്കെയാണ്, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക്, മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്ക്, കോമൺ സർവീസ് സെൻറ്ററിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമുക്ക് PM കിസാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ ഫേസ് ID, ഫേസ് റെക്കഗ്നിഷൻ ആപ്പ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു PM കിസാൻ സമ്മാൻ നിധിയുടെ ആപ്ലിക്കേഷനിൽ തന്നെ സംവിധാനമുണ്ടാകും. ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കാം. ഇങ്ങനെ പൂർത്തിയാക്കുന്ന കർഷകർക്കായിരിക്കും ഇനി മുതൽ 2000 രൂപയുടെ ആനുകൂല്യം ലഭിക്കുക. ഇത് ചെയ്യാത്തവരുടെ ആനുകൂല്യം മരവിപ്പിക്കുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ഇത് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യവുമില്ല. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതി, നിലവിൽ സംസ്ഥാനത്തിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊന്നും ഉൾപ്പെടാത്ത, മറ്റ് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയൊന്നുമില്ലാത്ത സാധാരണ അമ്മമാർക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അവരുടെ വീട്ടുജോലിക്കുള്ള മഹത്വം അത് കൃത്യമായിട്ട് സർക്കാർ അംഗീകരിക്കുന്നു എന്ന രീതിയിലാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതിക്ക് രൂപകൽപ്പന നൽകിയത്. എന്നാൽ ആ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി വിഷയമായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇനി 2 വർഷം കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ കാലാവധി എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഈ സ്കീമിലും ഒരു ഉണർവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ നിരക്കിൽ ലഭിക്കുന്ന 1600 പെൻഷൻ തന്നെ ഈ വീട്ടമ്മ പെൻഷൻ പദ്ധതിക്കും ഉണ്ടാകും. ഇതിൻ്റെ നിർണായക ചർച്ചകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. സാധാരണ വീട്ടമ്മമാർക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അവർക്ക് നൽകുന്ന ഒരു സഹായമായിട്ടാവും ഈ പദ്ധതി അവതരിപ്പിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും പനി മരണങ്ങൾ കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ H1N1, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയവയ്ക്കുള്ള ജാഗ്രത നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് നൽകിക്കഴിഞ്ഞു. കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള പനിയാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ തലവേദന, ദേഹത്ത് നൊമ്പരം, അതോടൊപ്പം തന്നെ ഛർദി, ഇങ്ങനെയുള്ള വിവിധ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും എത്രയും വേഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന്, മരുന്നുകൾ സ്വീകരിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.